ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിൽ വിദ്യാർത്ഥിയുടെ മരണം ആത്മഹത്യയെന്ന് പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ പോലീസിന് കിട്ടി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി നേഹയ്ക്ക് വിഷാദ രോഗം ഉണ്ടായിരുന്നതായാണ് നിഗമനം. ഇന്നലെ കണ്ടെടുത്ത ഡയറിയിൽ നിന്ന് മരണത്തെക്കുറിച്ചുള്ള കുറിപ്പുകൾ കിട്ടി. ദേവൻ എം പി ചേരുന്നു വിവരങ്ങളുമായി. ദേവൻ, ഈ കുട്ടിക്ക് ഒരുപാട് കാലമായി വിഷാദ രോഗം ഉണ്ടായിരുന്നു എന്നാണോ ലഭിക്കുന്ന വിവരം? ഇതാരും ശ്രദ്ധിച്ചില്ലേ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ ഹരിപ്പാട് ചെന്നിത്തലയ്ക്ക് സമീപമുള്ള നവോദയ സ്കൂളിലെ ശുചിമുറിക്കും ഒപ്പം തന്നെ ഹോസ്റ്റലിനെയും ഇടനാഴിയിൽ ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായുള്ള നേഹ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഇതൊരു ആത്മഹത്യ ആണെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനെ സംബന്ധിച്ച് ഈ നേഹയുടെ മുറിയെല്ലാം തന്നെ പരിശോധിച്ചപ്പോൾ ഇതൊരു ഹോസ്റ്റൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അവിടെ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ നേഹയുടെ മുറിയൊക്കെ തന്നെ പരിശോധിച്ചപ്പോൾ തന്നെ ഒരു ഡയറി കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വിശദമായ പരിശോധനയിലാണ് ഈ നേഹയുടെ ഡയറിയിൽ ചില കുറിപ്പുകൾ, അത് ഈ വിഷാദ രോഗത്തെ സംബന്ധിക്കുന്ന ചില കുറിപ്പുകൾ നേഹയുടേതായിട്ടുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നത് കണ്ടത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ നേഹ ആ ഡയറിയിൽ ഒരു കുരിശ് ചിഹ്നം വരച്ചിട്ട് അതിൽ ഡെത്ത് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ താൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു കാര്യം പല കുറിപ്പുകളുടെയും വരികളിൽ നേഹ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. താൻ ഒറ്റയ്ക്കാണ് മുന്നോട്ട് പോകുന്നതെന്നും തൻ്റെ എല്ലാ സംഭവങ്ങളിലും എല്ലാ കാര്യങ്ങളിലും തന്നെ താൻ ഒറ്റയ്ക്കാണ് നേരിടുന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു നേഹ അതിൽ കുറിപ്പായി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് നേഹയുടെ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റ് സഹപാഠികൾക്കോ അധ്യാപകർക്കോ ഒന്നും തന്നെ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ആത്മഹത്യ നടക്കുന്നതിൻ്റെ തലേ ദിവസം ആ സ്കൂളിൽ ഒരു ബാസ്കറ്റ്ബോളുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അതിൽ സെലക്ഷൻ കിട്ടിയ ആളാണ് ഈ നേഹ എന്ന് പറയുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനെ. അത് സംബന്ധിച്ച് അതിനുശേഷം വൈകുന്നേരം അത് സംബന്ധിച്ച സാംസ്കാരിക പരിപാടികളെല്ലാം തന്നെ സ്കൂളിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇത്തരത്തിൽ വളരെ ആക്റ്റീവായി ഈ സ്കൂളിലെ പരിപാടികളിലെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ടാണ് നേഹ രാത്രിയിൽ മുറിയിലേക്ക് പോകുന്നതും. അതിനുശേഷമാണ് പുലർച്ചെ 4:00 തന്നെ ഈ ഹോസ്റ്റൽ മുറിക്കും ശുചിമുറിക്കും ഇടയിലുള്ള ഇടനാഴിയിൽ ഈ ആത്മഹത്യ ചെയ്ത നിലയിൽ നേഹയുടെ മൃതദേഹം കണ്ടെടുക്കുന്നതും. ഏതായാലും ആ ഡയറി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഈ നേഹ കൂട്ടുകാർക്ക് ഒരു ഉപദേശം കൂടി നൽകുന്നുണ്ട്. ഈ എഴുത്തുകളിലെല്ലാം തന്നെ കൂട്ടുകാർ ആരും തന്നെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആ ഒരു ഡിപ്രഷൻ എന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കരുതെന്നും എല്ലാം ശരിയാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നും നേഹ സ്വയം പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴും സ്വന്തം ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ വിഷാദത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അത് പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് മറ്റാരോടെങ്കിലും തുറന്നു പറയുന്നതിൽ ഒരു മടി അല്ലെങ്കിൽ അത്തരം അത് തുറന്നു പറയുന്നതിൽ കാണിച്ച ഒരു മടി മറ്റാരുമായി അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരുന്നുള്ളൊരു സംഭവമാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. നേഹയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ആത്മഹത്യ ആണെന്നുള്ളൊരു സ്ഥിരീകരണം തന്നെയാണ് വരുന്നത്. ഏതായാലും ഈ സ്കൂളുകൾ മുൻപ് ഈ ചെന്നിത്തലയിലുള്ള നവോദയ സ്കൂളിൽ ഇത്തരത്തിൽ ഈ കുട്ടികൾ തമ്മിൽ ഒരു സംഘർഷമുണ്ടാവുകയും അതിൽ ഈ സ്കൂൾ അധികാരികൾ വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ മുൻപ് ഉയർന്നിട്ടുണ്ടായിരുന്നു. ജില്ലാ കളക്ടർ തന്നെയാണ് ഈ നവോദയ സ്കൂളുകളുടെ രക്ഷാധികാരിയായി വരുന്നതും. അത്തരത്തിൽ ഈ സ്കൂളുകളിൽ ഇത്തരം ഈ കുട്ടികൾ പ്രത്യേകിച്ചും ഈ ഹോസ്റ്റലിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളിൽ ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് ആദ്യം കണ്ടെത്തേണ്ട ഒരു പക്ഷേ അധ്യാപകർ തന്നെ ആയിരിക്കും. ഏതായാലും ഒരു ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതും. ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മരണം ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ലക്ഷ്മി, തീർച്ചയായും വലിയ സങ്കടകരമായ വാർത്ത, ദാരുണമായ വാർത്ത തന്നെയാണ്. ആത്മഹത്യാ കുറിപ്പുകൾ പരിശോധിക്കുമ്പോഴും കുട്ടി വിഷാദ രോഗത്തിലൂടെ കടന്നുപോയിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ ദേവൻ എം പിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ആലപ്പുഴയിൽ നിന്ന്.